വലിയ തുറയിൽ പണിതീർത്ത പുതുപുത്തൻ ഇരുനില വീട്, യാത്ര ചെയ്യുവാൻ ഗംഭീരമായ പുതിയ കാർ, സഹോദരന് വിദേശത്ത് പഠനവും. അങ്ങനെ ദിയയുടെ കടയിൽ നിന്നും വകമാറ്റി സ്വന്തം പോക്കറ്റിലേക്ക് എത്തിച്ച പണം കൊണ്ട് ദിവ്യ ഫ്രാങ്ക്ലിനും വിനീതയും രാധാകുമാരിയും ചെയ്തത് നിരവധി കാര്യങ്ങളാണ്. ഇതൊന്നും അറിയാതെ ദിയ പലപ്പോഴും അവർക്ക് സഹായങ്ങളും ചെയ്തിരുന്നു. സാധാരണക്കാരികളെ പോലെ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ പോലെയാണ് മൂവരും കടയിൽ ജോലിക്ക് വന്നിരുന്നത്. വൈകുന്നേരം മടങ്ങുന്നത് അക്കൗണ്ട് നിറയെ കാശുമായും. ഏതാണ്ട് 68 ലക്ഷത്തോളം രൂപയാണ് ഇവർ ദിയയുടെ കടയിൽ നിന്നും സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. ഇതിനൊപ്പം ആഡംബര ജീവിതത്തിനും പണമെടുത്തിരുന്നു. മേക്കപ്പുകൾക്കും ബ്യൂട്ടി പാർലറുകൾക്കും പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അവർ ദിയയുടെ കടയിൽ നിന്നായിരുന്നു കാശെടുത്തത്. 12,000 മുതൽ 15,000 രൂപ വരെ മാത്രമായിരുന്നു ഇവർക്ക് ഒരു മാസം ശമ്പളമായി ലഭിച്ചിരുന്നത്. ആ കാശുകൊണ്ട് സാധിക്കാൻ കഴിയാത്തത്രയും വലിയ ഉയരത്തിലുള്ള ജീവിതമായിരുന്നു ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും.